1.5 നൂറ്റാണ്ട് ചരിത്രമുള്ള കണ്ണൂർ മുഴപ്പാലം ഗവൺമെന്റ് യു.പി. സ്കൂൾ ഇപ്പോൾ പുതിയ മുഖച്ഛായയിലാണ്. അസൗകര്യങ്ങളുടെ നേർക്കാഴ്ചയിലായിരുന്ന സ്കൂളിനെ നാടിനെ ആകെ മാതൃകയാക്കി മാറ്റിയത് ഡോക്ടർ ഷമാ മുഹമ്മദ് നേതൃത്വം നൽകുന്ന സോയ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. കണ്ണൂർ താവക്കരയിൽ സ്ഥാപിതമായ വിദ്യാലയം. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ തണൽ പകർന്ന വിദ്യാലയം. ചരിത്ര പശ്ചാത്തലം ഏറെയുണ്ടെങ്കിലും അവഗണനകളിൽ വീർപ്പുമുട്ടി. അടച്ചുറപ്പില്ലാത്ത ക്ലാസ് മുറികൾ, ചുറ്റുമതിലില്ല. പക്ഷേ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തിയിൽ നിന്ന് മോചനം. സഹായഹസ്തവുമായി എത്തിയത് സോയ ചാരിറ്റബിൾ ട്രസ്റ്റ്. ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ CSR ഫണ്ട് പ്രയോജനപ്പെടുത്തിയതോടെ വിദ്യാലയത്തിന് ലഭിച്ചത് ഒരു പുനർജന്മമാണ്. 2025 ഏപ്രിലിൽ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. അടച്ചുറപ്പില്ലാതിരുന്ന ക്ലാസ് മുറികൾക്ക് ഭിത്തികൾ നിർമ്മിച്ചു. സീലിംഗും മനോഹരമായ പെയിന്റിങ്ങും ചൈൽഡ് ഫ്രണ്ട്ലി ഫർണിച്ചറുകളും കൂടിയായപ്പോൾ ക്ലാസ് മുറികൾ ഹൈടെക്കായി. ചുറ്റുമതിൽ കെട്ടി ഭദ്രമാക്കിയ മുറ്റത്ത് ഇന്റർലോക്കുകൾ വിരിച്ചു. ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റുകളും ഡൈനിങ് ഹാളും അടുക്കളയും സജ്ജമായി. ഒപ്പം കുട്ടികൾക്കായി ഒരു പുതിയ ഷൂട്ടിംഗ് കോർട്ടും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. രാഷ്ട്ര ജീവിതത്തിൽ വരുന്നത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് എൻ്റെ ആദ്യത്തെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ സ്കൂളിലെല്ലാം പഴയത്, കുട്ടികൾക്ക് ഡെസ്ക് ഇല്ല, മതിലില്ല, അവർക്ക് കഷ്ടപ്പാടാണ്. അവർക്ക് ഒരു സ്കൂൾ ക്ലാസ് റൂമിൽ ഫാൻ വരെ ശരിക്കായിട്ടില്ല, അവർക്ക് കളിക്കാൻ വരെ സ്ഥലമില്ല, എല്ലാം മണ്ണ്. അപ്പോൾ അത് കണ്ടേരം എനിക്ക് സങ്കടമായി. എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് നല്ല സ്കൂളിൽ പോകാൻ പറ്റും. എനിക്ക് സാമർത്ഥ്യം ഉണ്ടോണ്ട്, പക്ഷെ സാമർത്ഥ്യ ശേഷി എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സ്കൂളിൽ പോകാനുള്ള അതല്ലല്ലോ പ്രശ്നം വരണം. നമ്മൾ മനസ്സ് തോന്നിയിട്ട് അവർക്ക് നല്ല സ്കൂൾ കൊടുക്കാൻ പറ്റണം. അപ്പം ട്രസ്റ്റ് ത്രൂ എനിക്ക് CSR ഫണ്ട് കിട്ടി. ആ ഫണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി. എനിക്ക് സന്തോഷമാണ്. ഈ സ്കൂൾ മുമ്പേ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടെ എത്ര ചേഞ്ച് വന്നിരിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥിയായ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് മുഖച്ഛായ മാറിയ വിദ്യാലയം നാടിന് സമർപ്പിച്ചു. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.